ഹലോ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളെ ചങ്ങായിയും ഉറ്റ സുഹൃത്തായ യൂസഫ്, അവന് ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കൃഷി ഒരു പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ അപ്പോൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അതാണ് നമ്മളെ യൂസഫ്. കേട്ടോ, ഇപ്പോഴും പണിയിലാണ് ആൾ. യൂസ് പറയുന്നത് ഇത് തെങ്ങ് തുരന്ന് അതിന് വളർത്തിട്ട് 15 വർഷത്തോളമായി തരാം. അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ് ഇപ്പോൾ യൂസഫ്. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ അതിലേക്ക് വളം ചേർക്കലാണ്. അപ്പോൾ അതിൻ്റെ വളമെന്ന് ചോദിച്ചപ്പോൾ മറ്റേ ചകിരിച്ചോറും പശുവിൻ്റെ ചാണകവും പാടെ മിക്സ് ചെയ്തിട്ടുള്ള വളമാണ്. അത് നല്ലൊരു ജൈവവളമാണ്. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് ആട്ടുംകാട്ടാണ്. കൂട്ടുന്ന കോരിക്കൊടുന്ന ഫ്രഷ് ആട്ടുംകാട്ട കേട്ടോ. പിന്നെ ആട്ടുംകാട്ട ഇടുമ്പോൾ അത് അതേപോലെ അത് കിട്ടിയ പോലെ ഇട്ട് കൊടുക്കല്ല, അതിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോഴുള്ള അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. പിന്നെ വളത്തിൻ്റെ മുകളിൽ ആ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചീമക്കൊന്നൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് പറഞ്ഞത്. ചീമക്കൊന്നൻ്റെ ഇല നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗമാണിത്. ഉണ്ടായി കിടക്കല്ലേ നമ്മൾ പിന്നെ ചെയ്യുന്നതോടും അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെത്തി കയറിയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യും. അത്രയുള്ളൂ. അപ്പോൾ എന്താ നമ്മൾ തെങ്ങും ശരിയായി, നമ്മളെ അത് വൃത്തിയാവും ചെയ്തു, ഏറ്റവും വൃത്തിയാവും ചെയ്തു. ഫിനിഷായി. അതുപോലെ 4-5 തെങ്ങുംപാടുണ്ട്. അപ്പോൾ വാഴ കുഴിച്ചിട്ടുള്ള ഒരു കുജ്ജുത്തിയിട്ട് അതിന് കുഴിച്ചിട്ടാൽ മതി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താ, കുജ്ജുത്തിയിട്ടൊന്നും കാര്യമില്ല, അത് കുഴിച്ചിടുമ്പോൾ അതിൻ്റേതായ ഒരു മട്ടം പോലെ കുഴിച്ചിടണം. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് മണ്ണ് നല്ലോണം കളക്കുക, എന്നിട്ട് കളച്ചിട്ടൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ആട്ടുംകാട്ടോ ചാണകമോ ഇതിൽ മിക്സ് ചെയ്ത് ഈ കുഴിച്ചിടിനതിൻ്റെ അടിഭാഗമോ സൈഡ് ഭാഗമൊക്കെ മടകത്തിയോ കത്തിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തി കൊടുക്കുക. അതിന് ശേഷം നേരെ കുഴിച്ചിടരുത്, നേരല്ല, കുറച്ച് ചെരിച്ച് കുഴിച്ചിടാം. കുറച്ച് ചെരിവ് വേണം, എന്നാലുള്ളൂ ആ വാഴക്കൊന്ന് സ്ട്രോങ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇതുപോലെ ചാക്കിലൊക്കെ ആയിട്ടും കുഴിച്ചിട്ടിട്ടുണ്ട്. വഴുതന, പയർ, മുളക്, വെണ്ട, അങ്ങനെ കുറേ ഇതായിട്ടും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കുഴിച്ചിടുക ചോദിച്ചപ്പോൾ ഇതിൽ വെറും ചാക്കിൽ മണ്ണായി മാത്രം കുഴിച്ചിട്ടാൽ മതിയോ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് മണ്ണും മറ്റേ ചകിരിയും പാടെ മിക്സ് ചെയ്തിട്ട് അതിൽ കുഴിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു വളമാണ്, പെട്ടെന്ന് വളരും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് വളരും എന്നാണ് പറഞ്ഞത്. ഇതുണ്ടോ, മുളകൊക്കെ ഉണ്ടായിക്കണോ, എന്തായാലും മാഷാ അല്ലാ ഉഷാറായിക്കണോ. ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുന്നു. ഇപ്പോൾ കണ്ടോ, പയർ അതേപോലെ വെണ്ട കാര്യങ്ങളൊക്കെ സംഭവം ഉഷാറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വെണ്ട മതിലിനോട് ചാരിയിട്ട് ലൈനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ ഇത് പയറാണ്. പയർ പൂളക്കൊമ്പൊക്കെ വെച്ച് കയറൊക്കെ കെട്ടിക്കൊടുത്ത് അതിലൂടെ പടർന്ന് കയറിക്കണം. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വേറൊരു രസമാണ് കാണുമ്പോൾ തന്നെ. ഏകദേശം ഈ സൈഡിൽ കൂടെ ഒക്കെ കുറേ വിത്തും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഇതുണ്ടോ തക്കാളി, അവിടെയൊക്കെ വിത്തും കാര്യങ്ങളൊക്കെ, ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ അവനെ വെട്ടി ഒക്കെ ക്ലിയറാക്കി നല്ലോണം മണ്ണൊക്കെ കളച്ച്
ഉഷാറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കാട്ടോ പിന്നെ അല്ലെങ്കിൽ ആ അതേതെങ്കിലും ഇട്ടിട്ട് ഇതാക്കാം അല്ലേ. കടയിൽനിന്ന് വാങ്ങണ ജൈവവളം അല്ലാത്ത മിക്സർ അങ്ങനത്തെ ഒന്നും ഇതിൽ യൂസ് ചെയ്യൂല അല്ലേ? ആ കഴിക്കാം. നമ്മള് മറ്റേ മിക്സറും മറ്റേ ഇട്ടോട്ട് നല്ല വളരും. പക്ഷെ എന്താ വെച്ചാല് നമുക്ക് അതിന്റെ ഫലം ഉണ്ടാവില്ല. അതിന്റെ ഫലം കിട്ടൂല. വിഷല്ലേ വിഷത്തില്ല. ഇഞ്ചി അല്ലേ സ്റ്റാർട്ടിങ് ആദ്യം ഇട്ടെടുത്തല്ലേ. ഇതിപ്പോൾ തെങ്ങ് തുറന്നപ്പോൾ കിട്ടിയ കല്ലാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് പ്ലാന് ഇനി മീൻ വളർത്താനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കഴിക്കണ മീൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് അത് ഉണ്ടാക്കുക എങ്ങനെ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.